ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈ സിനിമ തുടങ്ങിയത് ഒരു വർഷം മുമ്പാണ്. കറക്റ്റ് ഈ ഒരു വർഷം ഇന്ന് ഒരു വർഷം ആകുകയാണ്. അപ്പം അത്രയും സമയമെടുത്ത് ചെയ്തൊരു സിനിമയാണ് മലൈക്കോട്ട വാലിബൻ. കേരളത്തിലല്ല ഷൂട്ട് ചെയ്തിരിക്കുന്നത്, കൂടുതലും രാജസ്ഥാനിലാണ്, മദ്രാസിലാണ്. ജയ്സൽമീർ, പൊക്രാൻ, ചിഞ്ചി ഫോർട്ട്, പോണ്ടിച്ചേരിയിലൊക്കെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തമായ ഒരു സിനിമയാണ്. ഞാൻ ഇത്തരത്തിലൊരു സിനിമ ചെയ്തിട്ടില്ല, ഈ ജോണറിലുള്ളൊരു സിനിമ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞതുപോലെ ഇതിനൊരു കാലദേശങ്ങളൊന്നും ഇല്ലാത്തൊരു സിനിമയാണ്. ഒരു ഫോക്ലോർ, ഒരു നാടോടി കഥ പോലത്തെ സിനിമയാണ്. ഇതിനെ വലിയൊരു ക്യാൻവാസിൽ ഏറ്റവും മനോഹരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് ഷെയർ ചെയ്യാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളിലൂടെയും ഉത്തരങ്ങളിലൂടെയും സഞ്ചരിക്കാം, അപ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അടുത്തതായി പ്രേക്ഷകർ ഒരുപാട് പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുന്ന ഈ ചിത്രത്തിന്റെ വിശേഷങ്ങൾ അറിയുന്നതിന് വേണ്ടി ഏറ്റവും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി തന്നെ ചിത്രത്തിന്റെ ഡയറക്ടർ ലിജോ ജോസ് പലശ്ശേരി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. സോ നല്ലൊരു കൈഡി സമ്മാനിക്കാം everyone please. ഹലോ, നമസ്കാരം. ഒറ്റ കാഴ്ചയിൽ മലൈക്കോട്ടെ വാലിബിൻ്റെ പോസ്റ്റർ പോലെ തോന്നി. ഓക്കെ, അപ്പോൾ 25-ാം തീയതി സിനിമ റിലീസാവുകയാണ്. അപ്പോൾ നമ്മുടെ എൻറ്റയർ ടീം, ഒരുപാട് ആളുകൾ രാജസ്ഥാനിലും ചെന്നൈയിലും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ വലിയൊരു കൂട്ടം ആളുകളുടെ ഒരു വർഷത്തെ എഫേർട്ടിൻ്റെ റിസൾട്ട് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കാൻ പോവുകയാണ് 25-ാം തീയതി. വലിയ പ്രതീക്ഷയോടെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു ആ ദിവസത്തിന്. അത്രയാണ് ഇപ്പോൾ നിലവിൽ പറയാനുള്ളതായിരിക്കും. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവ്സ്, സെഞ്ചുറി ഫിലിംസ്, മാക്സ് ലാബ്, സരിഗമ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ ഷിബു സാറിനോട് 2 വാക്ക് സംസാരിക്കാനായി റിക്വസ്റ്റ് ചെയ്യുന്നു. ഹലോ. ഞാൻ രാഷ്ട്രീയത്തിൽ പലപ്പോഴും പത്രസമ്മേളനം നടത്താറുണ്ട്. പക്ഷേ ഇതുപോലൊരു പത്രസമ്മേളനം എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യമത്തെ അനുഭവമാണ്. മാത്രവുമല്ല, എത്രത്തോളം ഈ സിനിമയെക്കുറിച്ച് ആകാംക്ഷയുണ്ട് എന്നുള്ളതാണ് ഈ ഒരു പ്രസ് കോൺഫറൻസ് വഴി ബോധ്യപ്പെടുന്നത്. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഏതൊക്കെ നിലയിലാണ് ഈ സിനിമയെ വീക്ഷിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഹൈപ്പുണ്ട്, എല്ലാ കാര്യങ്ങളും വലിയ എക്സ്പെക്റ്റേഷൻ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഭാഗമാകാൻ സാധിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യമായി ഞാൻ കാണുകയാണ്. ഒരു പ്രതിഭയും പ്രതിഭാസവും ഒത്തുകൂടുന്ന ഈ സംരംഭത്തിന് അതിൻ്റെതായിട്ടുള്ള യുണീക്നെസ് ഉണ്ട്, അതിൻ്റെ ഒരു യൂണിവേഴ്സ് ഉണ്ട്. ഇത് മോഹൻലാലിൻ്റെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള തിയേറ്ററിൽ നിർബന്ധമായി കാണേണ്ട ഒരു ഫാമിലി ഓഡിയൻസിനടക്കം പെർഫോമൻസ് ആസ്വദിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള ലിജോയുടെ ഒരു സിനിമയാണ്. അതിനെ പ്രത്യേക വിശദാംശങ്ങൾ ഇവരുള്ള എല്ലാവരും പറയും. എനിക്ക് വീണ്ടും അടിവര ഇടാനുള്ളത് മലയാളം സിനിമയിൽ ഇന്നവരെ കണ്ടിട്ടില്ലാത്ത നിലയിലേക്ക് തിയേറ്ററിൽ പോയി കാണുന്ന ഒരു എക്സ്പീരിയൻസ്, അപൂർവമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമ ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. പ്രേക്ഷകർ ഉറ്റുനോക്കുന്ന ഈ ചിത്രത്തിന്റെ കഥ റഫീഖ് സർ ആണ് രചിച്ചിരിക്കുന്നത്. സോ അദ്ദേഹത്തോട് സംസാരിക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആളുകളും എല്ലാവരും ഈ മലൈക്കോട്ട വാലിബൻ എന്ന ചിത്രത്തിൻ്റെ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി സഹകരിക്കണം. എല്ലാവരുടെയും സ്നേഹവും സഹകരണവും ഉണ്ടാവണം. എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്, നമ്മളൊരു വിൻറ്റേജ് ബ്യൂട്ടി
മലയാളത്തിന് സമ്മാനിക്കാൻ പോകുന്ന ഒരു ചിത്രമായിരിക്കും ഇത്. ഇത് മലയാളത്തിൻ്റെ സിനിമയുടെ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്നൊരു സിനിമയായിരിക്കും. വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു അവസരവും സ്ക്രീനിൽ മാത്രം പരിചയിച്ചിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ ആക്ടേഴ്സിൽ ഒരു വലിയ നടൻ്റെ അദ്ദേഹത്തെ അടുത്ത് നിന്ന് കാണാനും പരിചയപ്പെടാനും അദ്ദേഹം ഒരു സിനിമയിൽ സഹകരിക്കാനും സാധിച്ചു എന്നുള്ളതാണ്. ലിജോ ആയിട്ട് എൻ്റെ ഒരു മൂന്നാമത്തെ സിനിമയാണിത്. ഈ സിനിമ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളതാണ്. അദ്ദേഹമായിട്ട് ഞാൻ എൻ്റെ ഭാഷയായിട്ട് അതുമായിട്ട് സഹകരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ കയ്യിൽ എൻ്റെ മെറ്റീരിയൽ ലാംഗ്വേജാണ്. അദ്ദേഹത്തിന് വേണ്ട ഒരു സാധനം കൊടുക്കാൻ വേണ്ടിയിട്ട് സഹകരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ അർത്ഥത്തിലും എല്ലാവരും പറഞ്ഞ പോലെ തന്നെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്ന ഒരു സിനിമയായിട്ട് മലയക്കോട്ടെ വാലിബൻ മാറും. സ്നേഹം. താങ്ക് യു സോ മച്ച്. ആൻഡ് ഈ ചിത്രങ്ങളുടെ എല്ലാ വിശേഷങ്ങളും തന്നെ ഏറ്റവും സ്നേഹത്തോടു കൂടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് നമ്മളുടെ സ്വന്തം ഹരീഷ് പേരടി. സോ അദ്ദേഹത്തോട് ഈ ചിത്രത്തിന്റെ വിശേഷങ്ങളെ കുറിച്ച് തന്നെ ചോദിക്കാൻ പോവാണ്. സോ പ്ലീസ്. ഹലോ, നമസ്കാരം. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മലയക്കോട്ടെ വാലിബൻ എന്ന് പറയുന്നത് ഇരട്ടി മധുരമാണ്. കാരണം ഞാൻ ലാലേട്ടൻ്റെ കൂടെയുള്ള 6ാമത്തെ സിനിമയാണ് എൻ്റെ. ഈ 6 സിനിമകളിൽ 5 സിനിമകളിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്യാരക്ടറായിരുന്നു ചെയ്യാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അത് അതിൻ്റെ അവസാനം സംഭവിച്ചതായിരുന്നു മലയാള സിനിമയെ മുഴുവനായും ഔട്ട്ഡോറിലേക്ക് പറിച്ചു നട്ട ഓളവും തീരവും എന്ന സിനിമ റീമേക്ക് ചെയ്യുന്നു. MT സാറിൻ്റെ 10 കഥകളുടെ ഭാഗമായി പ്രിയൻ സാർ ചെയ്യുന്നു. അപ്പോൾ പ്രിയൻ സാർ ഒരു ദിവസം രാത്രി വിളിക്കുന്നു. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ലാൽ സാർ ചെയ്യുന്നത് മധു സാർ ചെയ്യുന്ന ക്യാരക്ടറാണ്, ജോസ് പ്രകാശ് സാർ ചെയ്ത ക്യാരക്ടർ ഹരീഷ് ചെയ്യണം എന്ന് പറഞ്ഞ് വിളിക്കുന്നു. അപ്പോൾ MT സാറിൻ്റെ ഡയലോഗും കഥകളും ഒക്കെ കേട്ട് സ്വപ്നം കണ്ട് നടന്നിരുന്ന നമ്മളെ സംബന്ധിച്ച് വലിയൊരു അവസരവും ഭാഗ്യവുമായിരുന്നു അത്. അപ്പം അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു ഹാങ് ഓവർ തീരുന്നതിന് മുൻപെയാണ് ഇയാളുടെ കൂടെ എത്തേണ്ട സമയമായല്ലോ എന്ന് ഈമയവും ജല്ലിക്കെട്ടൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ തോന്നിയിരുന്നു മനസ്സിൽ. അപ്പോഴാണ് അദ്ദേഹം ലിജോ വിളിക്കുന്നത്. അത് അതിലേറെ വലിയൊരു ഭാഗ്യം. അതാണ് ഞാൻ ഇതിൻ്റെ ഇരട്ടി മധുരം എന്ന് വിശേഷിപ്പിച്ചത്. വീണ്ടും ലാലേട്ടനോടൊപ്പം ആരും കൊതിക്കുന്ന, ഏതൊരു ആക്ടറും കൊതിക്കുന്ന ഒരു കഥാപാത്രം തന്നെ തന്ന് വീണ്ടും അദ്ദേഹത്തോടൊപ്പം കുറേ മാസങ്ങളോളം, സാധാരണയുള്ളൊരു സിനിമയിൽ 3-4 ദിവസം കഴിഞ്ഞ് വരുന്നു, പോകുന്നു, വീണ്ടും ജോയിൻ ചെയ്യുന്നു, അങ്ങനെയല്ലാതെ ഒരു കൊല്ലത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു 5-6 മാസത്തോളം പ്രതിഭയോടും പ്രതിഭാസത്തോടും ഒപ്പം തന്നെ ഇങ്ങനെ ഇഴുകി ചേർന്ന് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമായ കാര്യം. ബാക്കി നമുക്ക് ഇനിയും സംസാരിക്കാം. Thank you so much, and may I request to Sonali, so you can say a few words about film, please. Namaskaram. I'm absolutely thrilled to be a part of this. I'm a huge fan of Mohanlal sir, a huge fan of Lijo sir's work, and I think for a Malayalam film, it can't get bigger than this. Having the grandeur of Lal sir and the absolutely amazing content and vision of Lijo sir. So I've done Marathi films, I've done Hindi films, but this is the first time I'm coming down south doing a film in Malayalam, and it's going to be releasing in Kannada, Tamil, Telugu and Hindi. So honestly, it's like a dream project to be a part of. Along with Lal sir, we have this very interesting cast. We are all coming from different worlds, and I'm sure you will love this experience on screen. The only Malayalam that I can speak is Kanda the Pavanam. What is this? The teaser that you all have loved. I want to request Lal sir to say the lines in the teaser, and the actual meaning of the teaser, or whatever the teaser means, is going to be the film. The absolute truth and miracle on the cinema is a part of the teaser. I want to request from all of you and the team, Lal sir, please, the teaser lines. Yeah, I'll tell after some time. Okay. Okay, sure. Right, thank you so much. And of course, സുചിത്ര എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇറങ്ങിയ പാട്ടിലൂടെ അല്ലെ വളരെ ട്രെൻഡിങ് നമ്പർ 1 നിൽക്കാണ്. സോ അതിനെ കുറിച്ച് എന്താണ് പറയാനായിട്ടുള്ളത്? എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ആദ്യം തന്നെ എല്ലാവരോടും നന്ദിയാണ് പറയാനാണ്. എൻ്റെ മലയാള സിനിമയുടെ തുടക്കമാണിത്. അപ്പോൾ
ലിജോ സാറിനോടും ലാലേട്ടനോടും ശിവ സാറിനോടും ഒക്കെ എല്ലാവരോടും നന്ദി പറയുകയാണ്. തുടക്കം തന്നെ ഒരു വലിയ എല്ലാവരും ഒരേപോലെ നോക്കിക്കാണുന്ന ഒരു വലിയ മൂവിയിൽ ഒരു ചെറിയ ഭാഗമാകാൻ കഴിഞ്ഞു. അതിലൊരുപാട് നന്ദി പറയുകയാണ്. ഞാൻ ഹോൾ ടീമിനോടും മഹാദേവരോടും ഒക്കെ ഒരുപാട് നന്ദി പറയുകയാണ്. അപ്പോൾ പാട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഭയങ്കര സർപ്രൈസ് ആയിരുന്നു സർ. ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല അങ്ങനൊരു സോങ്. അപ്പോൾ ഒരുപാട് സർപ്രൈസ് ആയിരുന്നു. അപ്പോൾ എല്ലാത്തിനും ഞാൻ നന്ദി പറയുകയാണ് ലിജോ സാറിനോടും എല്ലാവരോടും. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവരും കാണുന്നു. എല്ലാവരെയും പോലെ ഞാനും ഒരേപോലെ വെയിറ്റ് ചെയ്യുകയാണ് 25th. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ കാത്തിരിക്കാം 25-ാം തീയതി വരെ. സോ യെസ്, നമ്മൾ 25-ാം തീയതി വരെ മോസ്റ്റ് വെയിറ്റഡ് മൊമെന്റ്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നൗ ഐ റിക്വസ്റ്റ് മനോജ് മോസസ് ഞങ്ങളോട് 2 വാക്ക് സംസാരിക്കാനായിട്ട് ഇരുപത് സ്നേഹത്തോടെ കൂടി തന്നെ റിക്വസ്റ്റ് ചെയ്യുന്നു. സോ പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു ലിജോ സർ. ഇത് ഇത്രയും വലിയൊരു പ്രോജക്റ്റ് വലിയൊരു ഭാഗമാകാൻ പറ്റിയിട്ട് വളരെ സന്തോഷം. പിന്നെ ലാലേട്ടൻ പുള്ളിലൂടെ ചെയ്യാൻ പറ്റിയത് അതിലേറെ സന്തോഷം. അപ്പം ഞാനും വെയിറ്റിംഗ് ആണ് 25-ാം തീയതി മൂവി കാണാനായിട്ട്. അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നന്ദിയുടെ വാക്കുകൾ മാത്രമാണ് ഇവിടെ നമ്മളോട് സംസാരിച്ചിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഐ റിക്വസ്റ്റ് കഥാനന്ദി എന്താണ് പറയാനായിട്ടുള്ളത്? എല്ലാവർക്കും നമസ്കാരം. Yes. So I'm really honored and thrilled that I have worked with those legends. And when I got to know that Lijo sir wants to cast me in this film, and Mohanlal sir into it, so I feel like I can shoot. So I want to say you in Malayalam that എല്ലാവരും ഞങ്ങളുടെ സിനിമ തീർച്ചയായും തിയേറ്ററിൽ പോയി കാണണം. Thank you so much for your amazing Malayalam over here. And next move on, Adi Krishna is here. അദ്ദേഹത്തോട് സംസാരിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. പ്ലീസ്. നമസ്കാരം. ഞാൻ ആദ്യം തന്നെ ലിജോ ചേട്ടനെ നന്ദി പറയുകയാണ്. കാരണം ഇത്രയും വലിയൊരു പടത്തിൻ്റെ ഭാഗമാക്കിയതും അതേപോലെ തന്നെ മലയാളത്തിൻ്റെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറായ ലാലേട്ടനൊപ്പം ഒരു സ്ക്രീൻ പങ്കിടാൻ ഒരു അവസരം ഉണ്ടാക്കി തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നത്. എനിക്ക് എൻ്റെ വാക്കുകളിൽ എങ്ങനെയാണ് എൻ്റെ സന്തോഷം പ്രകടിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു വലിയൊരു ചിത്രത്തിൻ്റെ ഭാഗമായി സാധിച്ചതിൽ വളരെയധികം സന്തോഷം പ്രകടിപ്പിക്കുന്നു. Thank you so much. May I request to Sanjana? എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോഴും ഒരു സ്വപ്നലോകത്തിലാണ്. കാരണം സിനിമയിൽ വരുന്നോ അഭിനയിക്കുന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്ന ഒരാളല്ല. പക്ഷേ ഈ ഒരു ഫിലിമിലേക്ക് ക്ഷണം കിട്ടിയപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പോരാടുന്നതിൻ്റെ ഒരു വിജയത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ കാണുന്നു. ഈ ഒരു ഫിലിമിൻ്റെ ഭാഗമാകാൻ പറ്റുന്നതിൽ വളരെയധികം അഭിമാനം, ഇത്രയും ക്യാമറയുടെ മുമ്പിൽ ഇങ്ങനെ തലയുയർത്തി നിൽക്കാൻ സാധിക്കുന്നതിൽ തന്നെ. സോ താങ്ക് യു സോ മച്ച് ലിജോ സർ ആൻഡ് ലാലേട്ടൻ ആൻഡ് എൻറ്റയർ ടീം ഓഫ് മലൈക്കോട്ടെ വാലിബൻ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ആൻഡ് സഞ്ജന, ഇനിയും ഒരുപാട് വിജയ പടവുകൾ കാണുവാനായിട്ട് സാധിക്കട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് മേ ഐ റിക്വസ്റ്റ് നമ്മളെല്ലാവരുടെയും പ്രിയപ്പെട്ട മണികണ്ഠൻ ചേട്ടനെ ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ ക്ഷണിക്കുകയാണ്. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ. അവസരം തന്ന ലിജോ സാറിനും ശിവ സാറിനും എല്ലാവർക്കും നന്ദി. ലിജോ സാറിനോട് അവസരം ചോദിച്ചിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ, ചോദിച്ച് നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊരു മോട്ടിവേഷൻ ആവാൻ വേണ്ടി ഒരു കാര്യം പറയാം. ഞാൻ 2-3 കൊല്ലം മുമ്പ് അവസരം ചോദിച്ചാണ്. അത് കഴിഞ്ഞ് വിളിക്കാമെന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിജോ സാറ് അത് എത്ര കൊല്ലം കഴിഞ്ഞാലും വിളിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് ഞാൻ. ഒരുപാട് പുതിയ താരങ്ങൾക്ക് അതിനൊരു ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് കൂടി ഈ ഒരു വേദിയിൽ വിഷ് ചെയ്തുകൊണ്ട് ഒരു നിമിഷം, അറിയില്ലായിരിക്കാം, ഞാൻ വളരെ അറിയപ്പെടുന്ന ഒരു മറാത്തി ഹിന്ദിയിലൊക്കെ ഉള്ളൊരു ആക്ട്രസ്സാണ്. വെരി ഗുഡ് ഡാൻസേഴ്സ്. വളരെ മനോഹരമായിട്ട്
നൃത്തം ചെയ്യുന്ന ആൾക്കാരാണ്. ഒരുപാട് ഡാൻസ് ബേസ്ഡ് ആയിട്ടുള്ള സിനിമകൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ സിനിമയിൽ അത്തരം ഒരു വലിയ ഡാൻസ് ആവശ്യമുള്ള ഒരു ആളെ വേണം എന്നുള്ള രീതിയിലാണ് ആ കുട്ടിയെ കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. മനോജ് ഏറ്റവും വലിയൊരു ഡാൻസറാണ്. ഒരുപാട് ഷോകൾ നമ്മുടെ ഈ സിനിമയിൽ അക്രോബാറ്റിക് അല്ലെങ്കിൽ അക്രോബാറ്റിക് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. ഒക്കെ ചെയ്യേണ്ട ഒരാളായതുകൊണ്ടാണ് മനോജിനെ കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഥ ഒരു ബംഗാളി ആണ്. ഒരു ബംഗാളി ഫിലിമുകളിലും അതുപോലെ തന്നെ ഹിന്ദി ഫിലിംസിലൊക്കെ ഉള്ള ഒരാളാണ്. ഏറ്റവും നന്നായിട്ട് ഇവരെല്ലാം പെർഫോം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഈ സിനിമയുടെ പ്രത്യേകത. അദ്ദേഹം ഒരു ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് ഉള്ള ആളാണ് ഹരി. അദ്ദേഹം വലിയ കളരി നടത്തുന്ന ആളാണ്. കളരിപ്പയറ്റുകാരനാണ്. നമ്മുടെ ആക്ടിലൊക്കെ അദ്ദേഹം സഹകരിച്ചിട്ടുണ്ട്. അതുപോലെ വളരെ നല്ലൊരു ആണ്. സെൻറ്റ് തെരേസസിലെ ഡാൻസ് പഠിക്കുന്ന കുട്ടിയാണ്. അത് സുചിത്ര, അവരും നല്ലൊരു ഡാൻസറാണ്. തീർച്ചയായിട്ടും ഇങ്ങനൊരു ഈ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു മുഖം വേണമെന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അത് ആ സിനിമ കാണുമ്പോഴേ അറിയുള്ളൂ. അതിലേക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള മണികണ്ഠനെ എല്ലാവർക്കും അറിയാം. വേറെ പരിചയപ്പെടുത്തേണ്ടതല്ല, ഞാനിതൊന്ന് പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തിയാണ്.